അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹു മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ക ഫിൽ അംരി കുല്ലി. പടച്ച റബ്ബ് തആല സൗമ്യനാണ്, അവൻ സൗമ്യത ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഒരു മുസ്ലിമിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നതിന് കൃത്യമായി അവതരിപ്പിക്കുകയാണ് ഈ ഹദീസിലൂടെ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം കടുപ്പം നിറഞ്ഞതാവാൻ പാടില്ല, മറിച്ച് സ്നേഹവും ദയയും കാരുണ്യം ഒക്കെ ഒത്തൊരുമിച്ച നല്ല മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. എല്ലാ കാര്യങ്ങൾക്കും ഉത്തമ മാതൃക മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഇതിലും നല്ലൊരു മാതൃകയുണ്ട്. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഒരു അറാബിയായ മനുഷ്യൻ മൂത്രമൊഴിക്കണം. ഇത് കണ്ടപ്പോൾ സഹാബത്ത് വല്ലാതെ ദേഷ്യപ്പെട്ടു പോയി. ആ സമയത്ത് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്: സഹാബത്തെ, നിങ്ങൾ ആരും ഒന്നും ചെയ്യരുതേ, അയാളെ നിങ്ങൾ വെറുതെ വിടണം. അങ്ങനെ ആ അറാബിയുടെ മൂത്രമൊഴികൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അടുത്തേക്ക് വിളിക്കുകയാണ്. വളരെ സൗമ്യതയോടുകൂടി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്: ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഈ പള്ളിയിൽ മൂത്രമൊഴിക്കരുത്, ഇത് മുഅ്മിനീങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഇടപെടൽ കണ്ടുകൊണ്ട് ആ അറാബിയായ മനുഷ്യൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക. എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേക്ക് അവരോട് നമ്മൾ പെട്ടെന്ന് കയർക്കാനോ ചൂടാവാനോ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരോടും സൗമ്യതയോടുകൂടി ഇടപെടുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.